അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 4 വിഭാഗം ആളുകളുണ്ട്. ആ 4 വിഭാഗത്തിൽ ഏതിലെങ്കിലും ഒന്നിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കണം. 5ാമത്തെ വിഭാഗത്തിൽ നിങ്ങൾ ഉൾപ്പെടാൻ പാടില്ല. ആരാണ് അവര്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിയൻ ഔ മുഹിബ്ബൻ ഫലാ തകുൻ ഖാമിസ. 5ാമത്തെ വിഭാഗത്തിൽ നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല. ഒന്നാമതായി നിങ്ങൾ ഒരു പണ്ഡിതനാവുക. കുൻ ആലിമൻ, നിങ്ങൾ ഒരു ആലിമാവുക. എല്ലാവർക്കും ആലിമാവാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് പറഞ്ഞു ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മുതഅല്ലിമാവുക. ആലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് സ്ഥാനമുണ്ട്. എന്നിട്ട് 3ാമതായി പറയുന്നു ഔ മുസ്തമിയൻ, അല്ലെങ്കിൽ ഇൽമ് കേൾക്കുന്നവരാവുക. നമ്മളൊക്കെ ഇൽമ് കേൾക്കുന്നവരാവണം. ഉസ്താദുമാർ നമുക്ക് വയല് പറഞ്ഞു തരുമ്പോ, നസീഹത്ത് പറഞ്ഞു തരുമ്പോ, ഇശായി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സുബഹി കഴിഞ്ഞിട്ടൊക്കെ 5-10 മിനിറ്റ് ഉസ്താദ് ഒന്ന് പ്രസംഗിക്കുമ്പോ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് പ്രസംഗിക്കുമ്പോ നമുക്കിത് കേൾക്കാൻ സമയമില്ല. അതൊക്കെ എനിക്ക് അറിയുന്നതല്ലേ, ഇനി എന്തിനാ പിന്നെയും കേൾക്കുന്നത്? അങ്ങനെയല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇൽമ് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരിക്കണം എന്നാ. കാരണം മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നാ പറഞ്ഞത്. ഇൽമു പറയുന്ന മജ്ലിസ് അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു തോപ്പാണെന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മൾ ഇരിക്കണം. അപ്പോ ഒന്നാമതായി പറഞ്ഞത് ആലിമാവണം, 2ാമത്തത് മുതഅല്ലിമാവണം, 3ാമത്തത് ഇൽമു കേൾക്കുന്നവരാവണം, 4ാമതായി പറയുന്നു ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നവരാവണം. ദീനിനെ ഇഷ്ടപ്പെടുന്നവർ, ഇൽമിനെ ഇഷ്ടപ്പെടുന്നവർ, ദീനിന്റെ അടയാളങ്ങളായ പള്ളി, മദ്രസ, ഉസ്താദുമാർ, ഇങ്ങനെ ദീനിന്റെ അടയാളങ്ങളെ ഇഷ്ടപ്പെടുന്നവരാവണം. ഫലാ തകുൻ ഖാമിസ, 5ാമത്തെ ഒരു വിഭാഗത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഈ 4ൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അടിയുറച്ചു നിർത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.